സുവർണാവേതോ സദൃശോ സഖായോ യദൃച്ഛയേതോ കൃതനീടൗ ച വൃക്ഷേ ഏകർത്തയോ കാദതി പിപ്പലാന്നം അന്യോ നിരന്നോ ബിബലേന ഭൂയാത് ആത്മാനമന്യം ച സവേദവിദ്വാൻ അപിപ്പലാദോ നതു പിപ്പലാദ യോ വിദ്യയായുക്തതു നിത്യബദ്ധോ വിദ്യാമയോ യസ്സതു നിത്യമുക്ത. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയേ, ഞാൻ മധുസൂദന വാര്യർ. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. ചൊല്ലിയ ശ്ലോകം ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലത്തെ 11-ാമത്തെ അധ്യായത്തിൽ 6ഉം 7ഉം ശ്ലോകങ്ങളാണ്. 2 ശ്ലോകം എടുത്തു. അത് ഒരുമിച്ച് അഭേദ്യമായി മുറിക്കാൻ പറ്റാത്ത ആശയം 2 ശ്ലോകത്തിൽ പറഞ്ഞതുകൊണ്ടാണ് 2 ശ്ലോകം എടുത്തത്. ഇവിടെ ഭഗവാൻ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആ ഒരു എന്താണത് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വ്യത്യാസം, എന്താണ് ജീവാത്മാവ്, എന്താണ് പരമാത്മാവ്, അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിക്കുകയാണ്. ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറയുന്നത് രണ്ടും ഒന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് സുഖദുഃഖങ്ങൾ, പ്രപഞ്ചാനുഭവങ്ങൾ അതൊക്കെ ഉണ്ടാവുന്നത്? രാഗദ്വേഷാദികൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. എന്നാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറയുകയും ചെയ്യണു. എന്താണ് ഇതിൻ്റെ ആ ഒരു സംഗതി, സത്യാവസ്ഥ? ഭഗവാൻ പറയുകയാണ്, ഒരു വൃക്ഷത്തിൽ എതിർച്ചയാ 2 പക്ഷികൾ കൂട് കെട്ടിയെന്ന് കൂട്ടുക. അതിലത്തെ ഒന്ന് ജീവാത്മാവും ഒന്ന് പരമാത്മാവുമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. ഒരു പക്ഷി അതിലത്തെ പഴങ്ങൾ കൊത്തി തിന്നുന്നു, മറ്റേ പക്ഷി ഇതിന് സാക്ഷിയായി മാത്രം അവിടെ നിൽക്കുന്നു, ഒന്നും കൊത്തി തിന്നുന്നില്ല, പഴങ്ങൾ അനുഭവിക്കുന്നില്ല. ഇതുപോലെയാണ് സംസാരവൃക്ഷമായി ചിത്രീകരിച്ചതായിട്ട് നമ്മുടെ ശരീരത്തെ ഒരു സംസാരവൃക്ഷമായിട്ട് ചിലപ്പോൾ ചിത്രീകരിക്കും. അതും ഒരു സംസാരവൃക്ഷം തന്നെയാണ്, പ്രപഞ്ചവും ഒരു സംസാരവൃക്ഷം ആണ്. പിന്നെ 2 പക്ഷിയുടെ ഭാവത്തിലാണ് ജീവാത്മാവും പരമാത്മാവും സ്ഥിതി ചെയ്യുന്നത്. അത് പരമാത്മാ ഭാവത്തിലുള്ള പക്ഷി സുഖദുഃഖങ്ങളോ പ്രപഞ്ചാനുഭവങ്ങളോടോ കൂടി ചേരുന്നില്ല. ജീവാത്മാഭാവത്തിലുള്ള പക്ഷിയാവട്ടെ ഇതിനോടുകൂടി ചേർന്ന് സുഖദുഃഖങ്ങൾ അല്ലെങ്കിൽ ആ വൃക്ഷത്തിലത്തെ പഴങ്ങൾ അനുഭവിക്കുന്നു. പഴം അനുഭവിക്കുന്ന പക്ഷി ജീവാത്മാവും, നോക്കി സാക്ഷിയായി വർത്തിക്കുന്ന പക്ഷി പരമാത്മാവും. ഈ വ്യത്യാസമാണ് സത്യത്തിലുള്ളത്. ഇവിടെ പറഞ്ഞു, യോ അവിദ്യയായുക്സതു നിത്യബദ്ധോ, അവിദ്യയുടെ കൂട്ട് ഉള്ളവർക്കാണ് പഴങ്ങൾ കൊത്തി തിന്നേണ്ടി വരിക, അല്ലെങ്കിൽ അങ്ങനത്തെവരാണ് പഴങ്ങൾ കൊത്തി തിന്നുന്നത് ആ പക്ഷി. മറിച്ച് പരമാത്മാഭാവത്തിലുള്ള പക്ഷി ഇതിന് സാക്ഷിയായി വർത്തിക്കുന്നു. വിദ്യയാ യോ അവിദ്യയായുക്സതു നിത്യബദ്ധോ, അവിദ്യയുടെ കൂട്ടോടുകൂടി പഴങ്ങൾ അനുഭവിക്കുന്ന പക്ഷി എന്നും ബദ്ധനാണ്, ബന്ധത്തിൽ നിന്ന് മോചിതനാവുന്നില്ല. പിന്നെയോ വിദ്യാമയോ എസ്സത് നിത്യമുക്ത, അവിദ്യയെ തള്ളി വിദ്യയെ സ്വീകരിക്കുന്ന പക്ഷിയാവട്ടെ നിത്യമുക്തനാണ്. അവൻ ഈ പഴങ്ങൾ കൊത്തി തിന്നുകയോ ഈ വൃക്ഷത്തിനോടുള്ള സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയോ ചെയ്യുന്നില്ല. ഇതാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എങ്ങനെ ഈ അവിദ്യയെ ഇല്ലാണ്ടാക്കാം? വിദ്യയെ സ്വീകരിച്ച സത്സംഗം കൊണ്ടും യുക്തിചിന്ത കൊണ്ടും ഈ ജീവാത്മാവും പരമാത്മാവും എന്നുള്ള 2 തരത്തിലുള്ള സംഗതിയെ ഇല്ലാണ്ടാക്കുക, ജീവാത്മാവിനെ പരമാത്മാവിനോട് കൂടി ചേർക്കുക. അപ്പോൾ എന്തായിട്ട് മാറുന്നു? വിദ്യാമയനായിട്ട് മാറുന്നു. അപ്പോൾ വിദ്യാമയനായാലോ വിദ്യാമയോ എസ്സതു നിത്യമുക്ത, അപ്പോൾ നിത്യമുക്തനായി. അപ്പോൾ ജീവാത്മാ പരമാത്മാ എന്നീ 2 ഭാവത്തിൽ പിരിഞ്ഞ് നിൽക്കണ ഈ പക്ഷികളെ പിരിഞ്ഞ് നിൽക്കാത്തതായിട്ട് തീർക്കുക. ഇതാണ് ബ്രഹ്മവിദ്യ, അത്രയേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമുക്ക് തന്നെ അറിയാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ മുക്തന്മാരായിട്ട് തീരുന്നു. ആ മുക്താവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നു. ഏകാദശ സ്കന്ധത്തിലത്തെ വിഷയം തന്നെ മുക്തിയാണ്. മുക്താവസ്ഥയിൽ ഇരിക്കുന്ന ഈശ്വരഭാവത്തിലുള്ള ആത്മാംശം എല്ലാ ശരീരത്തിലുമുണ്ട്. എല്ലാവരും മുക്തന്മാരാണ് ഒരു തരത്തിൽ. പക്ഷേ ചില ആൾക്കാർ ആ മുക്താവസ്ഥയെ അറിയുന്നില്ല എന്ന് മാത്രം. അറിയാണ്ടിരുന്നാലില്ലാത്ത ഫലമാണ്. 100 രൂപയുടെ നോട്ട് എല്ലാവരുടെ പോക്കറ്റിലുണ്ട്. 80 ആളും അത് അറിഞ്ഞിട്ടില്ല.
20 ആൾ അതിനെപ്പറ്റി അറിഞ്ഞു. അപ്പോൾ 100 രൂപയുടെ ഒരു സാധനം വന്നു അവിടെ. 300 രൂപയുടെ സാധനമാണ് കേട്ടോ, 100 രൂപയ്ക്കാണ് കിട്ടാൻ പോണ, മേടിച്ചോളിൻ എന്ന് പറഞ്ഞാൽ ഈ അറിവുള്ളവർ എന്ത് ചെയ്യും? തൻ്റെ പോക്കറ്റിലുള്ള പൈസ 100 രൂപ കൊണ്ട് തീർച്ചയായിട്ടും 1/3 വിലയ്ക്കുള്ളത് വാങ്ങും. ബാക്കി 80 കൂട്ടരോ അയ്യോ 100 രൂപ ഇല്ല കേട്ടോ, ഉണ്ടെങ്കിൽ വാങ്ങാമായിരുന്നു എന്ന് വിചാരിച്ച് ദുഃഖിക്കും. പക്ഷെ അവരുടെ പോക്കറ്റിലുണ്ട്, അത് 80 ആളുടെ പോക്കറ്റിലുണ്ട്, അവരത് അറിഞ്ഞിട്ടില്ല. ഇതാണ് ഈ മുക്താവസ്ഥയുടെയും ബന്ധാവസ്ഥയുടെയും അവസ്ഥ. സത്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. പക്ഷെ അതിനെ ചിലർ അറിയുന്നു, അവർ വിദ്യാമയന്മാർ, ചിലർ അറിയുന്നില്ല, അവർ അവിദ്യാമയന്മാർ. അവിദ്യാമയന്മാരെപ്പോഴും നിത്യബദ്ധന്മാരാണ്, വിദ്യാമയന്മാരെപ്പോഴും നിത്യമുക്തന്മാരാണ്. അപ്പോൾ ഈ 2 പക്ഷികളെ ഒന്നായിട്ട് ചേർക്കുന്ന, അല്ലെങ്കിൽ ഒന്നാണ് എന്ന സത്യം ചേർക്കേണ്ട ആവശ്യമില്ല, അത് ഒന്ന് തന്നെയാണ്. 2ആയി പിരിഞ്ഞു നിൽക്കുക എന്ന തെറ്റായ ആ ഒരു ഭാവത്തെ ആത്മചിന്ത കൊണ്ടും സത്സംഗം കൊണ്ടും നമ്മൾ ഇല്ലായ്മ ചെയ്യണം. അതാണ് വേണ്ടത്. ഇത് തന്നെയാണ് ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവു ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന്നുമിഹ മോഹം നിമിത്തമത് പോകും പ്രകാരമീ ചേതസ്സിലാക്ക മമ നാരായണായ നമ എന്നായിരുന്നു നാമകീർത്തനകാരനും പറഞ്ഞത്. ഞാനും ഈശ്വരനും 2ആണ് എന്ന തെറ്റായ ഭാവം വളരെയധികം അവിദ്യയും മോഹവും അജ്ഞാനവും സംസാര ദുഃഖവും നമുക്കുണ്ടാക്കുന്നു. എപ്പോൾ ഇത് 1 എന്ന ഭാവത്തിലേക്ക് നിന്ന് ഒരു പക്ഷിയായിട്ട് 2ഉം കൂടി മാറുക, 2നെയും കൂടി ചേർക്കുക. 2 തിരി 2ആയിട്ട് ഇങ്ങനെ കത്തുമ്പോൾ അതിന് 1ആയിട്ടാണ് ചേർക്കാറുണ്ട് നമ്മൾ. 2ആയിട്ട് കത്തരുത് എന്ന് പറയും. 2 തിരി ഇങ്ങനെ പിരിഞ്ഞ് കത്തുന്നത് തെറ്റയ്യോ, അത് 1ആക്കൂ. ഇതേപോലെ 2ആയി പിരിഞ്ഞ് നിൽക്കുന്ന ജീവാത്മാവും പരമാത്മാവിനെയും 1ആയി ചേർക്കലിനെ അതിനെയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുക. അത് സത്സംഗം കൊണ്ടും തത്വവിചാരം കൊണ്ടും ഈശ്വരചിന്ത എപ്പോഴും മനസ്സിൽ വളർത്തുന്നുകൊണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളും ഈശ്വരനും 2അല്ല എന്ന അനുഭവം വരും, പറയലല്ല. ആ അനുഭവത്തിലേക്ക് എത്തുമ്പോൾ അവർക്കൊരിക്കലും സംസാര ദുഃഖം പിന്നീട് ഉണ്ടാവില്ല. ജ്ഞാനദ്വയങ്ങൾ പോയിട്ട് ജ്ഞാനം ഒരു ജ്ഞാനമായിട്ട് മാറും. ജ്ഞാനദ്വയം എന്ന് പറഞ്ഞാൽ 2 നിലയ്ക്കുള്ള അറിവാണ്. ഞാനും ഈശ്വരനും 2, അതുമായിട്ട് ദ്വയം പോയിട്ട് എന്തായി? ഏകമായ ജ്ഞാനമായി. ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണ്. ആ ശക്തിയുടെ ഒരു അംശം തന്നെയാണ് പ്രതിബിംബ രീതിയിൽ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അതിന് സത്സംഗം വേണം, നിരന്തരം ചിന്ത വേണം, നാമജപം വേണം, മനസ്സ് കഴിയുന്നതും ഭഗവാങ്കൽ നിർത്തിക്കൊണ്ടുള്ള ചിന്ത, വാക്ക്, പ്രവൃത്തി ഇതൊക്കെ ഉണ്ടായാലേ അവിടേക്ക് എത്തുള്ളൂ. അത്ര എളുപ്പമല്ല. ഏകാദശത്തിൽ ഈ മുക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിന് 2 എന്ന ഭാവം കളഞ്ഞ് ഏകീഭാവത്തിലേക്ക് എത്തിയാൽ അവൻ വിദ്യാമയനായി. വിദ്യാമയനായാൽ പിന്നെ അവൻ നിത്യമുക്തനാണ്, ബദ്ധനല്ല. അങ്ങനെ അവൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നതിനും അവന് കഴിയുന്നു. സുവർണാവേതൗ സദൃശൗ സഖായൗ യദച്ഛയേതൗ കൃതനീടൗ ച വൃക്ഷേ ഏകസ്തയോ ഖാദതി പിപ്പലാന്നം അന്യോ നിരന്നോ പിബലേന ഭൂയാൻ ആത്മാനമന്യം ച സവിദ്വിദ്വാനപി പലാദോ നതു പിപ്പലാദ യോ അവിദ്യയാ യുക്സതു നിത്യബദ്ധോ വിദ്യാമയോ യസ്സതു നിത്യമുക്ത. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.